സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതിൻ്റെ ഇൻ്റഗ്രേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻ്റഗ്രേഷൻ ആയിരുന്നു ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഓക്കെ, നൗ കം ടു ഇന്നലെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ നോക്കിയിട്ട് വരണമെന്നാണ് പറഞ്ഞിരുന്നു അല്ലേ? ജേക്കബേ ഉണ്ടായിരുന്നല്ലോ അവസാനം വരെ, ഐ തിങ്ക് സോ. ഓക്കെ, നൗ ഇൻ്റഗ്രേഷൻ ബൈ മറ്റേ നമ്മൾ വന്നില്ല, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലല്ലോ, അതിന് മുമ്പിലത്തെ ചെയ്തില്ല. പാർഷ്യൽ ഫ്രാക്ഷൻ ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം. Okay, that is a function Rx is said to be rational if Rx is of the form Px by Qx, where Px and Qx are polynomials. Okay, രണ്ട് പോളിനോമിയലിന്റെ എന്താ പറയുക ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുക, അതായത് റാഷണൽ ഫംഗ്ഷൻ. ഓക്കെ, ദീസ് ആർ റാഷണൽ. Numerator part is less than degree of the numerator is less than the degree of denominator. Okay, and is said to be improper if degree of p of x, degree of the numerator, is greater than or equal to degree of the denominator. Okay, and when the degree is of the numerator is greater than or equal to denominator, that of the denominator, that is in case if it is improper, we can write it as, see what happened, we divide px by qx, where we get this is the quotient and this is the remainder part, right? So we can write it as a, see, polynomial division. പോളിനോമിയൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ നമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്താണ് നമ്മുടെ ഇക്വേഷൻസിൻ്റെ അകത്ത് അല്ലേ, ഓർക്കുന്നോ? ഹലോ, ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ വേറെ എക്സ് ഈസ് എ പോളിനോമിയൽ. സോ നമുക്കൊരു പോളിനോമിയൽ കിട്ടിയാൽ നമുക്കറിയാം എങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ ഇൻ്റഗ്രേഷനകത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? ഓക്കെ, ഡയറക്റ്റ്ലി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ സപ്പോസ് എക്സ് മൈനസ് 3/x² ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ നമുക്ക് രണ്ട് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാം. x/x² മൈനസ് 3/x² എന്ന് എഴുതാം അല്ലേ? അവിടെ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫോമുലകൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതിനെ കൊണ്ടുവരുന്നത് നമുക്ക് ഇൻ്റഗ്രേഷൻ ഫോമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിനെ രണ്ടെണ്ണത്തിൻ്റെ എന്താ പറയുക റാഷണൽ ഫംഗ്ഷനായിട്ട് ഫോമിലാണ് ഇരിക്കുന്നെങ്കിൽ നമ്മളതിനെ പ്രോപ്പറാണേ ഓക്കെ, നോ പ്രോബ്ലം. പ്രോപ്പറാണേ പിന്നെ നമ്മൾ ഇനി റാഷണൽ ഇതിനെ നമ്മൾ എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്നാണ് വരുന്നത്. സോ ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു പോളിനോമിയലാക്കി, പോളിനോമിയലാണ് നമുക്ക് നോ പ്രോബ്ലം, നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം അല്ലേ? ax² പ്ലസ് x² എന്നല്ലേ x⁻n പ്ലസ് bx⁻n−1 എനി പോളിനോമിയൽ, ഇതിനെല്ലാം നമ്മൾ സി ഇന്റഗ്രൽ x പവർ n എന്ന് പറയുന്ന ഫോമുല നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Hello, clear ayo? Okay, now come to the partial fraction. Recall that when we add two rational functions, we get a rational function. For instance, see, this is a rational function, this is another rational function, v by q form, where the degree here, this is a linear function, this is a constant. Here the degree is 0, here the degree is 1. So what we are doing is we are summing up to, see, we get a partial function, we get this part. Okay, so നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? 1/x ഫോം ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഓക്കെ,
Now the first case, we consider different cases. First case, when denominator consists of distinct linear factors. See, denominator is of the form, see, we are going to integrate this function, that is x by 2x minus 1, x plus 1, x minus 2. When denominator consists of distinct linear factor, this is a linear factor, this is another linear factor, this is another one. Okay, so നമ്മൾ എങ്ങനെ partial fraction വഴി എഴുതുന്നത്? A by first one plus B by second one plus C by third one. Okay, where A, B, C are constants. ഇനി A, B, C ഐഡന്റിഫൈ എന്നുള്ളതേ ഉള്ളൂ. Is it clear? Yes. A, B, C ഐഡന്റിഫൈ നമ്മൾ എന്ത് ചെയ്യും? See, ഈ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. Then left side will be equal to x, right side will be ഈ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ പാർട്ട് ക്യാൻസൽഡ് ആകും, a ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ബിയിൽ ഈ പാർട്ട് ക്യാൻസൽഡ് ആകും അല്ലേ, ബാക്കി റിമൈനിങ് 2 ഉണ്ടാവും, ദാറ്റ് ഈസ് b ഇൻറ്റു 2x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് c ഇൻറ്റു എക്സ് മൈനസ് 2 വിൽ ഗെറ്റ് ക്യാൻസൽഡ്, സോ c into 2x minus 1 into x plus 1. Is it clear? Right? അല്ലേ, ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടി പറഞ്ഞു വരുന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് റിഫ്രഷ് ആവാൻ. Is it clear? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? x ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് x ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ആവും അല്ലേ? x ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ, ഈ ഒരൊറ്റ ടേമേ ഉള്ളൂ, എക്സിന്റെ വാല്യൂ വിട്ടുകഴിഞ്ഞാൽ അവിടെ c കിട്ടും. ദെൻ x ഈക്വൽ ടു 1/2 കിട്ടും. ആൻഡ് വെൻ വി പുട്ട് x ഈക്വൽ ടു -1 ആണെങ്കിലോ ഈ ടേമും ഈ ടേപ്പും ക്യാൻസൽ ആവും, ബിയുടെ വാല്യൂ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? അല്ലേ? ഇനി അല്ല നമുക്ക് ഡയറക്ട്ലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? എന്താ പറയാ, ഡിഗ്രി എക്സ് റൈസ് ടു 1ന്റെ അല്ലെ എക്സിന്റെ കോഎഫിഷ്യൻസുകളെ ഇക്വേറ്റ് ചെയ്യും. അടുത്തത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റുകളെ ഇക്വേറ്റ് ചെയ്യും. റൈറ്റ് അല്ലേ? ഇവിടെ എക്സ് സ്ക്വയർ വരെ മാക്സിമം വരത്തുള്ളൂ. അങ്ങനെ നമുക്ക് പിന്നെ കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്യാം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അങ്ങനെ ഡിഫറെന്റ് റിലേഷൻഷിപ്സ് ആർ ദർ ബിറ്റ്വീൻ എ ബി ആൻഡ് ബിറ്റ്വീൻ ദ കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പൊ എ ബി സിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സി, ഈ വേയിലോട്ട് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. ദെൻ വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദ ഇന്റഗ്രേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ ഡിനോമിനേറ്റർ കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ്. സി, ഇവിടെ നമുക്ക് എക്സ് ബൈ, ഫോർ എക്സാമ്പിൾ വി ഹാവ് ആൻ ഫംഗ്ഷൻ ഓഫ് ദ ഫോം എക്സ് ബൈ 2x minus 1 into x plus 1 the whole square. സി, ഇത് ലീനിയർ ഫാക്ടർ റിപ്പീറ്റ് ചെയ്യുവാണ്, എക്സ് പ്ലസ് 1 the whole square. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? a ബൈ ഫസ്റ്റ് 1, b ബൈ സെക്കൻഡ് 1, ദെൻ c ബൈ എക്സ് പ്ലസ് 1 the whole square എന്ന് എഴുതണം. Is it clear? This is repeating. Okay. Is it clear? Yes. Okay. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ പാർട്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി ഗെറ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 2x minus 1 പോകും, എക്സ് പ്ലസ് 1 the whole square, ബി ഇൻറ്റു എക്സ് പ്ലസ് 1 പോകും, ദെൻ സി ഇൻറ്റു എക്സ് പ്ലസ് 1 the whole square പോകും, സോ ഇൻറ്റു സി ഇൻറ്റു എക്സ് മൈനസ് 1 വരും. ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് നമ്മൾ വാല്യൂസ് കിട്ടും. ഇവിടെ നോക്കിയാൽ ഇവ എക്സിന്റെ വാല്യൂ പുട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഈ എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു -1ഉം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അവിടെ നെയ്യും സിയെ കിട്ടിയുള്ളൂ. പിന്നെ അടുത്ത കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പയർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിൻ്റെ അകത്തൊരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇതിൻ്റെ അകത്തൊരു എക്സ് സ്ക്വയർ ഉണ്ട്. സോ എ പ്ലസ് ബി ഈക്വൽ ടു, ലെഫ്റ്റ് സൈഡ് എക്സ് സ്ക്വയർ ഇല്ല, സോ ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഈക്വൽ ടു 0. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0. So b will be equal to minus a, which is equal to this one. Okay, that is how we identify the value of the constants. Okay. 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 Now let us see another case when the denominator consists of irreducible quadratic factor. See, the quadratic function തന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും, അല്ലെ നമുക്ക് ഡയറക്ട്ലി ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുക. ഇവിടെ നോക്കിയേ, directly x square minus b minus 1 plus or minus root of
ബി സ്ക്വയർ എന്ന് പറയുന്നത് ഏതാ? 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 നോക്ക്, നെഗറ്റീവ് കോംപ്ലക്സിലോട്ട് നമ്മൾ പോകും. റൈറ്റ്? അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുന്നത്? എ ബൈ എക്സ് പ്ലസ് 1 ആദ്യത്തേത്. ദിസ് ഈസ് എ ലീനിയർ ഫാക്ടർ ആൻഡ് സെക്കൻഡ് ഈസ് എ quadratic function, so the numerator will be equal to a linear function. ഇതിനേക്കാളും ഡിഗ്രി ഒന്ന് കുറഞ്ഞതായിരിക്കണം ഇവിടെ വരേണ്ടത്. ഇത് ലീനിയർ ആയതുകൊണ്ട് ഇവിടുത്തെ കോൺസ്റ്റന്റ് വന്നു, ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ഇവിടെ ലീനിയർ വന്നു. അതായത് എക്സ് സ്ക്വയറിനെ അതായത് ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഈസ് 2, റൈറ്റ്? ഇവിടെ ഡിഗ്രി ഈസ് 1. Is it clear? Yes. Okay. സോ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ എ ബി സി കോൺസ്റ്റന്റ് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റിന്റെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്ത് സംഭവിക്കും? എ ഇൻറ്റു ദിസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു ദിസ്. വീണ്ടും നമ്മൾ വാല്യൂ പുട്ട് ചെയ്യുക. ദെൻ പുട്ട് എക്സ് ഈക്വൽ ടു 0 കൊടുത്ത് വേണേൽ നമുക്ക് കൊണ്ട് ഇക്വേഷൻ എഴുതി കൊണ്ടുവരാം. പിന്നെ കമ്പയർ ചെയ്ത് കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുക. ദെൻ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. Is it clear? Okay, now let us do one problem. Evaluate the integral x by x plus 1 into 2x minus 1. നമുക്കറിയാം ഇത് രണ്ടും ലീനിയർ ഫാക്ടേഴ്സ് ആണ്. സോ വി റൈറ്റ് തന്നിരിക്കുന്ന ഇന്റഗ്രൻറ്റ് ഈക്വൽ ടു a by x plus 1 b by 2x minus 1. So and we multiply this with this denominator. So x equal to a into 2x minus 1 plus b into 2x minus 1 get cancelled. So b into x plus 1. Is it clear? Hello? കേൾക്കുന്നുണ്ട്. Okay. ഇവിടെ നമ്മൾ എക്സിന് 1/2 കൊടുക്കുമ്പോൾ ദിസ് ടൈം 0 ആയിപ്പോൾ ബി കിട്ടും. ഇവിടെ എക്സിന് -1 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആവും, എയുടെ വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ്റെ അകത്താ കൊടുക്കേണ്ടത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഐഡന്റിഫൈ ചെയ്ത് വന്ന് നമ്മൾ എയും ബിയും ഐഡന്റിഫൈ ചെയ്തു. സി നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ, റാഷണൽ ഫംഗ്ഷനെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്ത് 2 ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് 1/x ഫോം ആണ് അല്ലേ? 1/x ഇന്റഗ്രൽ 1/x എന്ന് വെച്ചാൽ ലോഗ് എക്സ്. ആക്ച്വലി ഇന്റഗ്രൽ 1/ax പ്ലസ് ബി ആണെങ്കിൽ എങ്ങനെ വരും? ലോഗ് ax പ്ലസ് ബി ഡിവൈഡഡ് ബൈ എയും കൂടി, എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലേ? ജനറൽ കേസിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താ പോകുന്നത്. അതേസമയം ഇന്റഗ്രേഷൻ്റെ അകത്ത് ആ എക്സിന്റെ കോഎഫിഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. റൈറ്റ്? ഓക്കെ. അപ്പൊ ചെയ്തു വന്ന ഈ പ്രോബ്ലം ദിസ് വൺ.
കഴിഞ്ഞു. കിട്ടോ? കിട്ടിയോ ആൻസർ? യെസ്. ഇതല്ലായിരുന്നോ? 1/3 log a log x plus 1 plus 1/6 log 2x plus c. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാൻ മറന്നു പോകരുത് എപ്പോൾ ചെയ്താലും കേട്ടോ. നമ്മളോട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നോ ഇൻ ബിറ്റ്വീൻ ഈ ഇന്റഗ്രൽ കഴിയുമ്പോൾ നമ്മൾ എഴുതണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് എങ്കിലും പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളത് എഴുതി വെക്കണം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, നൗ വി ഹാവ് അനദർ സ്റ്റാൻഡേർഡ് ഫോർമുല ദാറ്റ് ഈസ്, രണ്ടെണ്ണം ഓർത്തിരിക്കണം. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം ആൻസർ. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എ സ്ക്വയർ ആൻഡ് ഇന്റഗ്രൽ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിലോ 1/2a ലോഗ് എക്സ് പ്ലസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് സി എഴുതാൻ മറന്നു പോകരുത് എവിടെ. ദെൻ അതെടുത്തതാണെങ്കിലോ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിലോ 1/2a ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ഫോമുല ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ, നൗ കം ടു, ഒന്നും കൂടി ചെയ്യണോ പാർഷ്യൽ ഫ്രാക്ഷൻ? ഒന്നും കൂടി ചെയ്തേക്കാം. ഓക്കെ, നൗ റൈറ്റ് evaluate x by x plus 1 x plus a by എഴുതുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, കൊണ്ടുവരിക.
ഹലോ. ഹലോ, എന്തായി ചെയ്തോ? കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ചെയ്യണം. ഇവിടെയൊക്കെ നോക്കി ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വേണം കൊണ്ടുവരാൻ. ചില സിറ്റുവേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊണ്ടുവന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സി ഇ റേസ് ടു എക്സിലോട്ട് നമുക്ക് വന്നു തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇ റേസ് ടു എക്സിനെ ടി ആക്കി കൊടുത്തു. സോ ഇ റേസ് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പം ഡി എക്സിനെ നമുക്ക് നമ്മൾ ടിയിലോട്ട് മാറ്റുമ്പോഴത്തേക്കിനും നമ്മുടെ വേരിയബിൾ ഡി എക്സ് എന്ന് പറയുന്നു ഡി ടിയിലോട്ട് മാറണം അല്ലേ? ഓക്കെ, സോ ഈ റൈറ്റ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഇ റേസ് ടു എക്സ് വരും. ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് വൈ ടി ഇൻറ്റു 1 പ്ലസ് 3t പ്ലസ് 2 ഇൻറ്റു ടി സ്ക്വയർ വന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ നമ്മൾ വീണ്ടും പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എ ബി സി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് ടിയുടെ വാല്യൂ ടിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അതുപോലെ വേറെ ഒന്നും, വാലുവേറ്റ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. നമുക്കറിയാം ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? സോ ഇവിടെ നമ്മൾ പുട്ട് എ പ്ലസ് ബി എക്സ് ഈക്വൽ ടു ടി, അതായത് എക്സ് പ്ലസ് 1ന് ടി എന്ന് നമ്മൾ പുട്ട് ചെയ്യുന്നു. ദെൻ നോക്ക് ഡിവൈഡ് ബൈ ടി ക്യൂബ്. ടി പ്ലസ് 1ന് നമ്മൾ എക്സ് പ്ലസ് 1ന് ടി കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഡിവൈഡ് ബൈ ടി ക്യൂബ് വരും. ദെൻ ടി ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ദെൻ ഡയറക്ട്ലി നമുക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടെടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അപ്ലൈ ചെയ്യുക ഇൻ്റഗ്രേഷൻ. ഓക്കെ ഓക്കെ. Okay, now come to integration by parts. Okay, so integration by parts ഏതാണ്? Product of 2 integrate u of x into v of x into dx, which is equal to u of x c into integral of v of x dx minus integral of derivative of u of x into integral of v of x dx the whole dx. That is, നമ്മൾ എന്ത് വേണം പഠിച്ചു വെക്കാനായിട്ട്? The product of two integrate the product of two functions, that is the first function into integral of the second function minus integral. ഈ integral എന്ന് പറയുന്നത് ഇത്രയും പാർട്ടിനുള്ള ഇന്റഗ്രലാണ്. ഓക്കെ, ആ ഇന്റഗ്രന്റ് ആണ് ഇത്രയും പാർട്ട്. ഇന്റഗ്രൽ ഓഫ് ബ്രാക്കറ്റിൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിന്റെ ഇന്റഗ്രൽ ആണ്, ഈ ബ്രാക്കറ്റിന്റെ ഇന്റഗ്രൽ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പൊ യു ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഓഫ് എക്സ് നമ്മൾ പഠിച്ചു വെക്കരുത്. നമ്മൾ ഡിഫറൻസിയേഷനെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കാവുള്ളൂ കേട്ടോ. പിന്നെ പല കുട്ടികൾക്കും വരുന്ന മിസ്റ്റേക്ക് ഇതാണ്, ഇന്റഗ്രൽ ഓഫ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ ചെയ്തിട്ട് അതിന്റെ ഡി എക്സും കണ്ടു വെച്ചിട്ടിരിക്കും, ഈ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇന്റഗ്രൽ ഓഫ് ദിസ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്, ഈ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, okay. For evaluate x into e raised to x, we take e raised to x as the second function, x as the first function. അപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രേഷൻ ചെയ്യാൻ നമുക്ക് തരുമ്പോഴത്തേക്കിനും അതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്റഗ്രേഷൻ ഫോർമുല എവിടാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണോ നമുക്ക് ഈസി ആയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്, ആ വേയിൽ വേണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എക്സിന്റെ ഫംഗ്ഷൻസ് യൂഷ്വലി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കും. ദാറ്റ് ഈസ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 1.
അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ലോഗ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പ്രോഡക്റ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ ലോഗ് എക്സിനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്താൽ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് കയറി വരും, അത് നമുക്ക് അവിടെ സ്റ്റക്ക് ആവും നമ്മൾ, അല്ലേ? സോ നമ്മൾ എന്തെടുക്കും? ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കും. ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താ? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കിനും പിന്നെ ഒരു ഇന്റഗ്രേഷൻ കൂടെ നമുക്ക് കിടപ്പുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മളൊരു ഇന്റഗ്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വരുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു യു ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ വേറെ ഒരു ഇന്റഗ്രേഷൻ വീണ്ടും കിടപ്പുണ്ട്. ആ ഇന്റഗ്രേഷൻ സിംപ്ലിഫൈ ചെയ്തക്ക വിധത്തിൽ വേണം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെയും സെക്കൻഡ് ഫംഗ്ഷനെയും സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ലോഗ് എക്സ് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ആരെയാ? എക്സ് ഓർ പവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഷാൽ വി ഡു സം പ്രോബ്ലം? ഓക്കെ, ഇത് ഫസ്റ്റ് വൺ ചെയ്യണ്ടല്ലോ, വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് വൺ ചെയ്യാം. ഇന്റഗ്രേറ്റ് എക്സ് ലോഗ് എക്സ്. അപ്പൊ നമ്മൾ അതിനെ നേരെ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതി. അതായത് ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, വാട്ട് ഈസ് ദാറ്റ്? എക്സ് സ്ക്വയർ ബൈ 2. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/2 ഇൻറ്റു എക്സ് എക്സ് ക്യാൻസൽ ആയി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് വരും. ഇവിടെ ഒരു ഇന്റഗ്രലിലൂടെ നമ്മൾ വീണ്ടും ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വണ്ണിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഹലോ, കേട്ടു. ഓക്കെ, എന്നാ ചെയ്യൂ. നമ്മൾ ചെയ്തൊരു പ്രാക്ടീസിലോട്ട് വരണം, അപ്പോഴേ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാന്ന് വരുന്നുള്ളൂ. പിന്നെ ഈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷനെ എങ്ങനെ സെലക്ട് ചെയ്യും? മോസ്റ്റ് ഓഫ് ദ കേസ് ലോഗ് എക്സ് ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും ലോഗ് ഫംഗ്ഷൻസിനെ. ഇല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ എക്സ് ഓർ എക്സിന്റെ പവറിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്.
ഓക്കെ കഴിഞ്ഞു. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടോ? രണ്ടുപേരേ ഉള്ളോ? ചെയ്യുന്നുണ്ട് മാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. വാലുവേറ്റ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ നമ്മൾ ലോഗ് എക്സ് ഉള്ളിടത്തൊക്കെ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദെൻ ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിനെ നമ്മൾ എക്സ് റേസ് ടു മൈനസ് 2 എടുത്തു. ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ഈ ലോഗ് എക്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ എക്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എക്സിനെ ആയിരിക്കും ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോഴേ നമുക്ക് എളുപ്പം ഉണ്ടാവും. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ 1 ആവും. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ദെൻ വേറെ ഒരെണ്ണം കണ്ടോ, ലോഗ് 1 പ്ലസ് എക്സ് പവർ 1 പ്ലസ് എക്സ്. അതിനെ നമ്മൾ എങ്ങനെ എടുത്തു? ലോഗ് എ റേസ് ടു എമ്മിനെ എം ലോഗ് എൻ എഴുതുകയല്ലേ നമ്മൾ, എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് എടുത്തു. ദെൻ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു, 1 പ്ലസ് എക്സ് ആസ് ദ സെക്കൻഡ്. സോ ലോഗ് ഓഫ് 1 പ്ലസ് എക്സിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. ലോഗ് വരുന്നിടത്തൊക്കെ ലോഗിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും, കാരണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നൗ സി വി ഹാവ് അനദർ വൺ, ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. ഇപ്പൊ ലോഗ് എക്സ് ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പാർട്ട് ഏതാന്ന് നോക്കിയേ. വി റൈറ്റ് ഇറ്റ് ആസ് ലോഗ് എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു ലോഗ് എക്സ്. Is it clear? Here we take log x as the first function and 1 as the second function. ഓക്കെ. Okay, so this equal to this log x first function into integral of the second function, integral 1 into dx. Integral dx എന്ന് പറയുന്നത് എത്രയാ? x. Is it clear? യെസ്. എന്നാ ഇതൊന്ന് ചെയ്തേ, ഇതൊന്ന് ചെയ്യും.
കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ഫംഗ്ഷൻ, ഇഫ് ദ ഇന്റഗ്രന്റ് ഈസ് ഓഫ് ദ ഫോം ഇ പവർ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. സി വി റൈറ്റ് ഇറ്റ് ആസ്, ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്തു, സി ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ പാർട്ടിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് മൈനസ് integral of derivative of the first function into integral of the second function. See, ഈ രണ്ടെണ്ണം അങ്ങ് ക്യാൻസൽഡ് ആയിപ്പോ. Is it clear? ഹലോ, കേട്ടില്ല, ഒന്നും കൂടി പറയാ. ഈ ഒരു ഫോമിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, suppose we are given integrand of the form e raised to x into f of x plus f dash x. Is it clear? Yes. Okay, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് വൺ അവിടെ കിടക്കട്ടെ, ഫസ്റ്റ് വണ്ണിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷനെ ഇ റൈസ് ടു എക്സ് ആക്കി എടുത്തു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ഇറ്റ്സെൽഫ്, റൈറ്റ്, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാ, എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇവിടെ ഒരു ഡി എക്സ് കൂടി ഉണ്ട് കേട്ടോ, ഡി എക്സ് പ്ലസ് നമ്മുടെ ഈ സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്, ഇത് മൈനസ് ഓഫ് ദിസ് ആണ്. സോ ഇത് രണ്ടെണ്ണം ക്യാൻസൽഡ് ആയിക്കോളും. ഇസ് ഇറ്റ് ക്ലിയർ? Yes. Okay, so the result will be e raised to x fx plus constant of integration. Is it clear? Yes. Okay, അപ്പോൾ നമ്മളതൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് അതിനോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഡിഫിക്കൽട്ടി ഇല്ല, നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ഇന്റഗ്രേഷനൊക്കെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫോമുലകളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പം ദിവസവും ഒരെണ്ണം എങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ എക്സാമിനേഷൻ തീരുന്നവരെ. ഓക്കെ, ഒരെണ്ണം ചെയ്താൽ മതി, ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. പക്ഷെ അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ റിഫ്രഷ് ചെയ്തതുണ്ടാവും എക്സാമിനേഷൻ തീരുന്നവരെ. അത് കഴിയുമ്പോൾ പോയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കി ചെയ്തൊരു കാര്യം പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെഫർ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന്റെ തലേദിവസം എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എല്ലാ യൂണിറ്റിൽ നിന്നും ദിവസവും ഓരോന്നെങ്കിലും ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും, എക്സാം വരുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഓക്കെ, നൗ കം ടു ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ വരുമ്പം ഫസ്റ്റ് വൺ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ ഏരിയ അണ്ടർ ദ കർവ് ആൻഡ് ലെങ്ത് ഓഫ് കർവ്. ഏരിയ അണ്ടർ ദ കർവ്, ഏരിയ കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് ആക്ച്വലി ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡെഫിനറ്റ് ഇന്റഗ്രൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രാക്ടിക്കൽ കേസസിലും നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവും. ഇന്റഗ്രൽ എ ടു ബി നമ്മൾ മുമ്പേ ചെയ്തൊക്കെ വെറുതെ ഫോമുലകൾ ചെയ്യാനും ഒരു ഇന്റഗ്രേഷൻ പ്രാക്ടീസ് ആവാനാണ്. ആക്ച്വലി ഇൻ റിയൽ ലൈഫിൽ വി ഹാവ് സം ബൗണ്ടറീസ്, അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാവും. ഇന്റഗ്രേറ്റ് വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ, ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് ഏരിയ കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമുക്കൊരു ഫിഗർ, സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്.
അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ കണ്ടുപിടിക്കാനോ അതിൻ്റെ കറസ്പോണ്ടിങ് വോളിയം കണ്ടുപിടിക്കാനോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു സ്ക്വയർ ആണെങ്കിലും ഒരു ട്രയാങ്കിൾ ആണെങ്കിലും റെക്ടാങ്കിളോ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് അതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അല്ല നമ്മൾ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഇല്ലാത്തതിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് പോസിബിൾ. അവിടെ ഇന്റഗ്രേഷന്റെ തിയറി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി വി ഡിവൈഡ് ദിസ് ഇൻറ്റു സ്മോൾ സ്മോൾ സ്ക്വയേഴ്സ്. ഓക്കെ, സ്മോൾ സ്മോൾ സ്ക്വയറുകളായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ ഒരു സ്ക്വയറിന്റെ ഏരിയ വോളിയം എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരെണ്ണത്തിന്റെ എടുത്തിട്ട് ഇപ്പൊ സപ്പോസ് സ്ക്വയറിന്റെ കണ്ടുപിടിക്കുന്ന ഏരിയ കണ്ടുപിടിക്കാനെങ്കിൽ അതിന്റെ ഒരു സ്മോളിന്റെ എടുക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ പറയും വിത്തിൻ ദ ലിമിറ്റ്സ്. എവിടെയാണ്? ഈ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ആക്ച്വലി ഇന്റഗ്രേഷൻ്റെ അകത്ത് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ മേർജ് ചെയ്യുക എന്ന് പറയും നമ്മൾ. അതാണ് സത്യത്തിൽ ഇന്റഗ്രേഷൻ്റെ അകത്ത് നടക്കുന്ന പ്രാക്ടിക്കലി അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, പോവാൻ മുന്നിട്ട്. Okay, now come to definite integral. Sorry. Suppose f is a continuous function defined in the interval a b. Let f be an antiderivative of f. Then we write integral a to b fx dx equal to f of x. അതായത് integral of this one equal to capital F of x within the limits a b which is equal to f of the function. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടും. ആ ഫംഗ്ഷൻ ഓഫ് എക്സ് അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുക മൈനസ് ലോവർ ലിമിറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്ത് അവസാനം ആൻസർ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ടതാണ് ആക്ച്വലി നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് വിതിൻ ദ ലിമിറ്റ്സ് തന്നു കഴിയുമ്പോൾ അപ്പർ ലിമിറ്റ് ദ ഫങ്ഷണൽ വാല്യൂ അറ്റ് ദ അപ്പർ ലിമിറ്റ് മൈനസ് ഫങ്ഷണൽ വാല്യൂ അറ്റ് ദ ലോവർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ വി വിൽ കം ടു എ ന്യൂമറിക് വാല്യൂ. അവിടെ നമുക്ക് there is no need of writing the constant of integration. Okay, in the definite integral അകത്ത് നമുക്ക് constant of integration എഴുതേണ്ട ആവശ്യമില്ല. അതൊരു ന്യൂമറിക് വാല്യൂ ആയിരിക്കും. Is it clear? ഹലോ, കേൾക്കാം മിസ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ എന്താ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനാ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ 1 to 2x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റിന് ഈ ലിമിറ്റ് ഇല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ ഇത്? യെസ്, എക്സ് സ്ക്വയർ ബൈ 2 വിതിൻ ദ ലിമിറ്റ്സ് 1 to 2. സി നമ്മൾ കോൺസ്റ്റന്റിനെ ടേക്കൺ ഔട്ട്സൈഡ്. Then we have x square within the limits 2 to 1 to 2. 2 is the upper limit. So 2x in the value ആദ്യം 2 കൊടുക്കുക മൈനസ് 1 കൊടുക്കുക. Okay, 2 square minus 1 square. That is 4 minus 1, 3, which is equal to 3 by 2. Is it clear? Yes. Okay, അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. Now let us see some properties. Integral a to a fx dx equal to f of 0. ഫംഗ്ഷൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സെയിം അല്ലേ? അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ എന്നാണ് വരുന്നത്, റൈറ്റ്? വിച്ച് ഈസ് ഈക്വൽ ടു 0. ദെൻ ഇന്റഗ്രൽ a to b fx dx will be equal to മൈനസ് ഓഫ് ഇന്റഗ്രൽ b to a fx dx. ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, ഓക്കെ. And another property, integral a to b ft dt equal to integral a to b fu du integral a to b fx. That is, the value of the integral will not depends upon the variable. T ആയിക്കോട്ടെ u ആയിക്കോട്ടെ x ആയിക്കോട്ടെ സെയിം ഫംഗ്ഷൻ ആണ് with respect to the corresponding variable within the limits. ഇവിടെ നമ്മൾ f of u within the limits ഫസ്റ്റ് വൺ ആണെങ്കിലോ f of t within the limits b minus a. അപ്പൊ ഏത് വന്നു കഴിഞ്ഞാലും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഫങ്ഷൻസ് സെയിമാ.
Okay, variables are different. Is it clear? Then come Yes. to integral a to b fx dx. We have an intermediate point c. Then it will be equal to a to c fx dx plus c to b fx dx. എക്കും ബിക്കും ഇടയ്ക്ക് വേറൊരു പോയിന്റും കൂടി ഉണ്ട്, സി. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് എ ടു സി, ദെൻ സെയിം ഫംഗ്ഷൻ, ദെൻ ഇന്റഗ്രേറ്റ് സി ടു ബി. ഇസ് ഇറ്റ് ക്ലിയർ? Then another property, integral 0 to a fx dx will be equal to integral 0 to f of a minus x dx. അത് സെയിം ആയിരിക്കും. Now come to, if f is an odd function എന്ന് പറയുന്നത് എന്താണ്? f of minus x equal to minus f of x. Then the integral from minus a to a fx dx will be equal to 0. അതെന്തുകൊണ്ടാണ്? ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് എ ടു 0 പ്ലസ് ഇന്റഗ്രൽ 0 ടു എ എഴുതും നമ്മൾ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? Yes. ഓക്കെ, ഇനി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിലോ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്ന മൈനസ് എഫ് ഓഫ് എക്സ് വരും. ഇനി ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ എ ടു മൈനസ് എ ടു 0 എന്ന് പറയുന്നതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, സോ മൈനസ് ദിസ് ടു എന്ന് പറയുന്നത് മൈനസ് ഓഫ് വാല്യൂ പ്ലസ് ഇതെന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് പാർട്ട് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബിക്കം 0. Is it clear? Now come to, Yes. if f is an even function ആണെങ്കിലോ f of minus x will be equal to f of x തന്നെയായിരിക്കും. അത് നമ്മൾ എക്സ് സ്ക്വയർ ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്, എക്സ് ക്യൂബ് എന്നൊക്കെ പറയുന്നത് എ 0 ടു മൈനസ് എ എന്ന് പറയുന്നത് ഇത് മൈനസ് എക്സ് ആയിരിക്കും, ഇത് പ്ലസ് എക്സ് ആയിരിക്കും. 0 ടു ഇവിടം വരെയും മൈനസ് എ ടു ഇതെന്ന് പറയുന്നത് ഇത് മൈനസും ഇത് പ്ലസും ആവും. അതാണ് അതിന്റെ ടോട്ടൽ 0 ആയി പോകുന്നത്. അതേസമയം ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെയും ദ ഫംഗ്ഷണൽ വാല്യൂ പ്ലസ് ആയിരിക്കും, ഇവിടെയും ഫംഗ്ഷണൽ വാല്യൂ പ്ലസ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഇഫ് ദ എഫ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ദെൻ മൈനസ് എ ടു എ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു ഇന്റഗ്രൽ, ഈ ഇന്റഗ്രൽ ഇത്രയും പാർട്ടും ഈ പാർട്ട് സെയിം ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? മറ്റേത് ഓടാണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആയിരുന്നു, ഇത് മൈനസും വരും ഇത് പ്ലസും വരും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രലിലോട്ട് വരുമ്പോൾ സി ഇങ്ങനെയുള്ള ഓരോ ഏരിയയിലും പാർട്ടിലോട്ടൊക്കെയാണ് നമ്മൾ വരുന്നത്. ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അവിടെ നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രലാണ് യൂസ് ചെയ്യുന്നത്. കം ടു ഇവാലുവേറ്റ് ദ ഡെഫിനറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ ഏരിയയിലോട്ട് വരാം, അത് അടുത്ത ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇവാലുവേറ്റ് ദ ഡെഫിനറ്റ് ഇന്റഗ്രൽ 1 to 4 dx by root of x. റൂട്ട് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് റൈസ് ടു മൈനസ് 1/2, എക്സ് റൈസ് ടു n ഫോമിലായി നമ്മൾ. Is it clear? Then integrate ചെയ്യുക, then ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് കോൺസ്റ്റന്റുകൾ ഉള്ളതിനെല്ലാം വെളിയിലോട്ട് നമ്മൾ എടുത്തോണം. കോൺസ്റ്റന്റിന് ഇത് ബാധകമല്ല അല്ലേ? എക്സ് ആണ് വേരീസ്. റൂട്ട് ഓഫ് എക്സിന് 2 ഇൻറ്റു
ലിമിറ്റ് അപ്ലൈ ചെയ്യുക. √4 മൈനസ് √1. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. കഴിഞ്ഞു മിസ്.
ഓക്കെ. വാട്ട് ഔട്ട് അതേഴ്സ് ചെയ്യുന്നുണ്ടോ? ഹലോ. ചെയ്യുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത് ചെയ്യാം. കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കി. ഓക്കെ ഓക്കെ. നൗ ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ്. ഒരെണ്ണം കൂടെ ചെയ്യാം. ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ 3 to 5 x by x square minus 5 dx. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാവുന്നിടത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു പോവുക. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഡിനോമിനേറ്റർ ഇവിടെ ബാക്കി കോൺസ്റ്റന്റ് ആയിരുന്നു. ഇതിനെ ചെയ്യുമ്പോൾ എക്സ് ഡി എക്സിൽ ഇൻ ടേംസ് ഓഫ് ടീയിലോട്ട് കൊണ്ടുവരാനും ചെയ്യാനും നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ഇല്ലാത്ത സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഏതിലോട്ട് പോകാനായിട്ടൊക്കെ, പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് പോകാനും ഒക്കെ ഉള്ളത്. ഓക്കെ. സോ എക്സ് സ്ക്വയർ മൈനസ് 5 ടീയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം എന്താവും? 2x dx ഈക്വൽ ടു ഡി ടി. സോ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താവും? ഡി ടി ബൈ 2. സോ x square minus 5 equal to t 1/2 dt by t, that is equal to 1/2 log t. Then നമ്മൾ കൊടുത്തിരിക്കുന്ന ഒറിജിനൽ വേരിയബിളിലോട്ട് റീപ്ലേസ് ചെയ്യുക. Then apply the limit. Okay, is it clear? Yes. ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ചെയ്തേ.
കഴിഞ്ഞ ടീച്ചറെ. Okay, what about others? മുന്നോട്ട് പോവാം. ആൻസർ കിട്ടിയോ? 1/2 log 5 കിട്ടിയോ? ഹലോ, ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. Now come to the area under the curve. Suppose f is continuous, then f of x positive in the for all x in the interval AB, then f of x, then the area bounded by y equal to f of x, the x-axis, and the ordinate x equal to a, x equal to b is given by integral a to b fx dx. This is the function y equal to f of x, and the area bounded by y equal to f of x, x-axis. This is the function y equal to f of x, and x-axis is this one. And between the ordinates, or in the area, will be this one. Is it clear? നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് within the limits a to b with respect to x ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ a to b x ആക്സിസിലെ മാക്സിമം ലിമിറ്റ് എടുക്കുന്നത് ഫ്രം a to b. y ആക്സിസിലെ വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് തിരിച്ച് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അല്ല, നമുക്ക് തിരിച്ചും ചെയ്യാം, ഈ വേയിലും നമുക്ക് ചെയ്യാം. പക്ഷെ എക്സ് ആക്സിസിലെ പോയിന്റ്സുകൾ ഉള്ളപ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ ബോട്ട് ചെയ്യും. നമ്മൾ ഇന്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള ഓർഡിനേറ്റ്സിന്റെ മാക്സിമം, minimum to maximum fx dx. Okay, is it clear? Clear. Now we have another area between two curves, that is y equal to f of x and y equal to g of x between the ordinates at x equal to a, x equal to b. See, this is y equal to f of x and this is y equal to g of x, two function. Area between these two functions within the ordinates a to b. This is a, this is b. Okay, is it clear? This is the area between these two. That is y equal to f of x is this, this much minus this. So the area between these two we get f of x minus g of x into dx within the limits a to b. Now let us do one problem. Find the area bounded by the x-axis y equal to 2x minus 3 within the limits x in the limits 2 to 5, within the limits 2 to 5. Okay. So solution y equal to, this is a linear function, y equal to 2x minus 3. This is a straight line. Then within the limits 2 to 5. So when x equal to 2, y will be equal to 2 into 2, 4 minus 3, 1. Okay. So this point will be 2, 1. And this point will be in the, when x equal to 5, y equal to 2x minus 3. Y will be equal to 5 into 2, 10 minus 3, 7. Okay. So this point will be 5, 7. So we have to identify the area bounded by x-axis. This is x-axis, and y equal to 2x minus 3. So the shaded area we have to identify. Okay. This shaded part is the area bounded by x equal to 2x minus 3 and the x-axis within the limits 2 to 3. Is it clear? Yes. Okay. So integral 2 to 5, x in the range from 2 to 5. Integral 2 to 5 y dx, y equal to 2x minus 3 dx. Now integrate, apply the limits, we get the area. Okay, the required area. Is it clear? Yes.
ഓക്കെ, ചെയ്യൂ. ഈ ഫിഗർ കൂടി ഒന്ന് വരച്ചിട്ടോ കേട്ടോ, അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമ്മളിങ്ങനെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ അങ്ങ് ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും, എഴുതാൻ എളുപ്പം ഉണ്ടാവും. എക്സിന്റെ ലിമിറ്റ്, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഐഡന്റിഫൈ എക്സ് ആക്സിസിലുള്ളത്. എക്സ് ആക്സിസ് തന്നെ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല, ചിലപ്പോൾ മുമ്പേ നമ്മൾ ഇവിടെ കണ്ട പോലെ ഇതുണ്ട്. ആ ലിമിറ്റ്, എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ടു ബി ആണ് മാക്സിമം ലിമിറ്റ് അല്ലേ? എക്സ് വേരീസ് ഫ്രം എ ടു ബി.
Okay, ചെയ്തു. Okay, what about others? ചെയ്തോ? ചെയ്ത പിള്ളേരെ? ഓക്കെ, ഇതുപോലെ ഓരോന്നിന്റെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ വിതിൻ ദ ലിമിറ്റ് 0 to 3. സോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ദിസ് വൺ. ഇതും എക്സ് ആക്സിസിൽ ഏരിയ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദ എക്സ് ആക്സിസ് ദിസ് ഈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ വിതിൻ ദ ലിമിറ്റ് 0 to 3. Okay, this is the corresponding area. So integral the y equal to x square parabola and open required area equal to integral x in the limit 0 to 3 y this is y equal to x square, this function. So x square dx. Is it clear? Yes. ഇതൊരു ഒരെണ്ണം കൂടെ ചെയ്യണോ? ഒന്നും കൂടെ ചെയ്യാം. ഇതൊരു ചെയ്യും. ചെയ്തു മിസ്. കംപ്ലീറ്റ് ആക്കിയോ? ആ, ഓക്കെ. ഇത് 2 മാർക്കിനൊക്കെയല്ലേ വരുള്ളൂ? എന്തോ? ഇത് 2 മാർക്കിനൊക്കെയല്ലേ വരുള്ളൂ? 2 മാർക്കോ? ആ, എനിക്ക് അത്ര പിടിയില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തൊന്ന് നോക്കുവോ? 2 കൂടുതൽ വരാനാണ് സാധ്യത. കാരണം ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇതേ ഫിഗർ വരച്ച് നമ്മൾ ഏരിയ ഐഡന്റിഫൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കണ്ടേ? അതിൽ കൂടുതൽ വരാനാണ് സാധ്യത കേട്ടോ. എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. Now come to one more thing, length of curves. That is another application of the integration. To find the length of curve y equal to f of x from the point a f of a and b f of b, which is equal to integral a to b, that is a എന്ന് പറയുന്ന പോയിന്റ് x ആക്സിസ് a, y ആക്സിസ് f of a. f of a എന്ന് പറയുന്ന f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ.
ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഇത്. രണ്ട് പോയിന്റ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കർവിന്റെ രണ്ട് പോയിന്റ്സ് ആണ്. വൺ ഈസ് എ എഫ് ഓഫ് എ, അനദർ വൺ ഈസ് ബി എഫ് ഓഫ് ബി. ഈ കർവാണ്, കർവിന്റെ ഈ ലെങ്ത് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ വാല്യൂസ് ഓഫ് എക്സ് ഓർഡേഡ് പോയിന്റിലെ ഫസ്റ്റ് വൺ എക്സ് പോയിന്റ് ആണ്. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. എക്സിന്റെ പോയിന്റ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, okay, this is the function y equal to f of x. So find the length of the curve, this curve from the point A to B. Okay, equal to integral a to b root of 1 plus dy by dx the whole square dx. y തന്നിട്ടുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ആ ഡെറിവേറ്റീവിന്റെ സ്ക്വയർ ഐഡന്റിഫൈ ചെയ്യുക, then root of 1 plus dy by dx the whole square ne integrate ചെയ്യുക with respect to x within the limits a to b. That is how we identify the length of a curve. Is it clear? Okay. Now find the length of the curve y equal to 2 by 3 x power 3 by 2 from 0 0 to 4 16 3. Okay. Okay, so this is the curve y equal to 2 by 3 x raised to 3 by 2. നമുക്കറിയാം അതിന്റെ ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ഡെറിവേറ്റീവ്, ആ ഡെറിവേറ്റീവിന്റെ സ്ക്വയർ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് എ ടു ബി. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്ര വരും? 2 by 3 is a constant, x power n, n x raised to n minus 1. 2 by 3 x raised to 1 by 2. Okay, these two constants cancel. This is equal to x square. Sorry, x raised to 1 by 2. x raised to 1 by 2 എന്ന് പറയുന്നത് എന്താണ്? root of x അല്ലേ? then dy by dx the whole square എന്ന് പറയുന്നത് എന്താണ്? root x the whole square, which is equal to എത്ര വരും? x. Isn't it? Yes. Okay, ഇനി നമ്മുടെ റിക്വയർഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി, എ ഈക്വൽ ടു 0 0, ബി ഈക്വൽ ടു 4. ഇത് എക്സ് വൈ, ഇത് x1 y1, ഇത് x2 y2 ആ. സോ x1 to x2, right? Yes. Okay, that is root of 1 plus x. ഇതാ നമ്മൾ ഇവിടെ തന്നെ വേണമെങ്കിൽ നമ്മൾ എന്താ പറയുക, dy by dx the whole square വേണേൽ കണ്ടു എക്സും തന്നെ എഴുതാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 plus root of 1 plus x dx. root of 1 plus x നെ എങ്ങനെ എഴുതും? 1 plus x raised to 1 by 2 അല്ലേ? Okay, so integrating this one. So integrating എന്ത് കിട്ടും? x raised to n, x raised to n plus 1 divided by n plus 1. 1 by 2 plus 1 എന്ന് പറഞ്ഞാൽ 3 by 2. So 1 plus x raised to 3 by 2 divided by 3 by 2. ആ divided by 3 by 2 ആണ് 2 by 3 എന്ന് എഴുതിയിരിക്കുന്നത്. Within the limit 0 to 4. Okay, is it clear? Yes. And constant taking outside, x ന്റെ വാല്യൂ 4 കൊടുക്കുക, ഈ ഇതിൻ്റെ അകത്ത് ബ്രാക്കറ്റിനകത്ത് അല്ലേ? put x equal to 4 മൈനസ് ഇതിൻ്റെ അകത്ത് x equal to 0 കൊടുക്കുക. Is it clear? Yes. Okay, ശരി.
കഴിഞ്ഞു. കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് ഇൻ്റഗ്രേഷൻ്റെ ഇതോടെ നമുക്ക് തീർന്നു. പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതുപോലെ നമ്മുടെ മെട്രിക്സ്, ഇതൊക്കെ നിങ്ങൾ ദിവസം ഓരോ പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുള്ള ആയാലും കുഴപ്പമില്ല, നമ്മുടെ മെമ്മറി കിടക്കും പരീക്ഷ വരെയെങ്കിലും.